അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സക്കാഹ എന്നതിൽ ആദ്യത്തെ അക്ഷരം ഓപ്ഷൻസ് സാ, റാ, സായി. ശരിയുത്തരം മൂന്നാമത്തെ ഓപ്ഷൻ സായി. രണ്ടാമത്തത് മിസ്കീന എന്നതിലുള്ള അക്ഷരങ്ങൾ ഓപ്ഷൻസ് 4, 6, 5. മിസ്കീന. മീം ഒരക്ഷരം, സീൻ രണ്ടാമത്തെ അക്ഷരം, കാഫ് മൂന്നാമത്തെ അക്ഷരം, കാഫിനെ നീട്ടാൻ യാ നാലാമത്തെ അക്ഷരം, നൂൻ അഞ്ചാമത്തെ അക്ഷരം, നൂനിനെ നീട്ടാൻ അലിഫ്. മൊത്തം 6 അക്ഷരങ്ങളുണ്ട്. ശരി ഉത്തരം 6. 3. ഐൻ എന്ന അക്ഷരമുള്ള വാക്ക് ഓപ്ഷൻസ് തഅലമൂൻ, തഖ്റുജൂൻ, തുഫ്ലിഹൂൻ. തഖ്റുജൂൻ, തുഫ്ലിഹൂൻ. ഈ 2 ഓപ്ഷനിലും ഐൻ എന്ന അക്ഷരമില്ല. തഅലമൂൻ എന്നതിലാണ് ഐൻ എന്ന അക്ഷരമുള്ളത്. ശരി ഉത്തരം തഅലമൂൻ. നാലാമത്തത് ഇന്നഹു യഅലം എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഓപ്ഷൻസ് യാ, ലാം, ഹാ. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നാം നീട്ടി ഓതിയത്? ശരിയുത്തരം ഹാ. അഞ്ചാമത്തത് വഫിർഔന എന്നതിൽ ഇല്ലാത്ത അക്ഷരം ഓപ്ഷൻസ് വാവ്, ഖാഫ്, ഫാ. വാവുമുണ്ട്, ഫാവുമുണ്ട്. ഇല്ലാത്ത അക്ഷരം ഏതാണ്? ഖാഫ്. ശരിയുത്തരം ഖാഫ്. 6. ഇന്നഹും യകീദൂന കൈദ. ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഓപ്ഷൻസ് നൂൻ, ഖാഫ്, ദാൽ. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നാം മണിച്ച് ഓതിയത്? നൂൻ. ശരിയുത്തരം നൂൻ. 7. ഇന്നല്ലദീന അസ്റമൂ കാനു എന്നതിലുള്ള അലിഫുകൾ ഓപ്ഷൻസ് 6, 7, 5. നമുക്ക് നോക്കാം. ഇന്ന എന്നതിൽ ഈ ഒരു അലിഫ്, അല്ലദീന അതിലൊരു അലിഫ്, അജ്റമു അവിടെ 2 അലിഫുണ്ട്, ആദ്യത്തതിലും അവസാനത്തതിലും. പിന്നെ കാനു കാഫിനെ നീട്ടാൻ ഒരു അലിഫ്, നൂ എന്ന് നീട്ടിയതിന് ശേഷം ഒരു അലിഫുണ്ടല്ലോ. മൊത്തം എത്ര അലിഫുണ്ട്? 6 അലിഫുണ്ട്. ഇനി 8ാമത്തത് ഇല്ലാ മാഷാ അല്ലാ എന്നതിൽ കൂടുതൽ നീട്ടി ഓതേണ്ട അക്ഷരം ഓപ്ഷൻസ് ലാം, ഷീൻ, മീം. ഞാൻ ഇവിടെ വായിച്ചല്ലോ. ഞാൻ ഇവിടെ ഏത് അക്ഷരത്തെയാണ് കൂടുതൽ നീട്ടി ഓതിയത്? അതെ, ഷീൻ. ശരിയുത്തരം ഷീൻ. 9. ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട അക്ഷരം ഓപ്ഷൻസ് ഖാഫ്, യാ, നൂൻ. ശരിയുത്തരം നൂൻ. 10. വൈദാ ഖുറിഅ അലൈഹിമുൽ ഖുർആൻ ഇതിലുള്ള ഹംസകൾ ഓപ്ഷൻസ് 2, 3, 4. വൈദാ ഈ അവിടെ ഒരു ഹംസ ഉണ്ട്. ഖുറിഅ എന്നതിൽ രണ്ടാമത്തെ ഹംസ. ഖുർആൻ ഖുർആൻ എന്നതിൽ മൂന്നാമത്തെ ഹംസ ഉണ്ട്. മൊത്തം 3. ശരിയുത്തരം 3. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക.
11. ഒന്നാമത്തെ അക്ഷരം സ ആണ്. 12. മൂന്നാമത്തെ അക്ഷരം റൈൻ ആണ്. 13. ഒന്നാമത്തെ അക്ഷരം ലാദാണ്. 14. അവസാനത്തെ അക്ഷരം ഫ ആണ്. 15. രണ്ടാമത്തെ അക്ഷരം ഐനാണ്. ഇപ്പുറത്ത് നോക്കൂ. എ ലൊരീർ, ബി സുഹുഫ്, സി സമൂദ്, ഡി ഖുഊദ്, ഇ മസ്ഗബ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. ഒന്നാമത്തെ അക്ഷരം സ്വ ആണ്. ഇപ്പുറത്ത് വായിച്ചതിൽ എവിടെയാണ് ഒന്നാമത്തെ അക്ഷരം സ്വ ആയിട്ട് നമ്മൾ ഉച്ചരിച്ചത്? ശരിയുത്തരം സി സമൂദ്. 12. മൂന്നാമത്തെ അക്ഷരം റൈനാണ്. ശരിയുത്തരം ഇ മസ്ഗബ. 13. ഒന്നാമത്തെ അക്ഷരം ലാദാണ്. ശരിയുത്തരം എ ലൊരീർ. 14. അവസാനത്തെ അക്ഷരം ഫ ആണ്. ശരിയുത്തരം ബി സുഹുഫ്. 15. രണ്ടാമത്തെ അക്ഷരം റൈനാണ്. ശരിയുത്തരം ഡി ഖുഊദ്. CEABD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16. ലഹു മുൽക്ക് എന്നതിലെ ഡാഷിനെ നീട്ടി ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹ. ലഹു മുൽക്ക് എന്നതിലെ ഹായിനെ നീട്ടി ഓതണം. 17. ബിൽ ഖുന്നസ് എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അലിഫിനെ. ബിൽ ഖുന്നസ് എന്നതിൽ അലിഫിനെ ഉച്ചരിക്കരുത്. 18. സിറാജം വഹാജ എന്നതിൽ ഡാഷ് അലിഫുകളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4. സിറാജം വഹാജ എന്നതിൽ 4 അലിഫുകളുണ്ട്. 19. ഫഅഖറൂഹ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 7. ഫഅഖറൂഹ എന്നതിൽ 7 അക്ഷരങ്ങളുണ്ട്. 20. മസ്ഗബ, മഖറബ, മത്റബ ഇതിൽ റൈനുള്ള വാക്ക് ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മസ്ഗബ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 21. ഫദ്ഖുലി ഫി ഇബാദി ഇതിൽ എത്ര യാ ഉണ്ട്? ഉത്തരം 3. ഫദ്ഖുലി ലാമിനെ നീട്ടാൻ ഒരു യാ, ഫി ഫാനെ നീട്ടാൻ ഒരു യാ, ഇബാദി എന്നതിൽ ദാലിനെ നീട്ടാൻ ഒരു യാ. മൊത്തം 3 യാ ഉണ്ട്. 22. ഹുബ്ബൻ ജമ്മ ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരമേത്? ഉത്തരം മീം. 23. അലം നജഅൽ ലഹു ഐനൈൻ ഇതിൽ നീട്ടി ഓതേണ്ട അക്ഷരമേത്? ഉത്തരം ഹ. 24. ബിജഹന്നം എന്നതിൽ ഒന്നാമത്തെ അക്ഷരമേത്? ഉത്തരം ബാ. 25. ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഇതിൽ എത്ര കാഫ് ഉണ്ട്? ഫദ്കുറു എന്നതിൽ ഒരു കാഫ്. കദിക്രിക്കും എന്നതിൽ 3 കാഫ് ഉണ്ട്. ആബാഅക്കും അതിൽ ഒരു കാഫ്. 1 3 1 മൊത്തം 5. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 26. ഫഇദാ ജാഅത്തി ഇതിലെ ജീമിന് ശേഷം ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ഉത്തരം അവിടെ മദ്ദുണ്ട്. ആ മദ് കൂടുതൽ നീട്ടേണ്ടതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. 27. ഖിതാമുഹു മിസ്കുൻ ഇതിൽ ഹായിന് ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? ഉത്തരം ഹായിനെ നീട്ടി ഓതുന്നതിന് വേണ്ടി. 28. ലഫിസ് സുഹുഫ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം യാ, അലിഫ്, ലാം. 29. മീമിനെ മണിച്ച് ഓതണം എപ്പോൾ? ഉത്തരം മീമിന് ഷദ്ദുള്ളപ്പോൾ. 30. യതഗാമസൂൻ എന്നതിൽ അക്ഷരങ്ങൾ ക്രമപ്രകാരം ചതുരത്തിൽ എഴുതുക. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഓരോ ബോക്സിൽ എഴുതണം. ഒന്നാമത്തെ ബോക്സിൽ യാ, രണ്ടാമത്തതിൽ താ, മൂന്നാമത്തതിൽ റൈൻ. റൈനിനെ നീട്ടാൻ
നാം അലിഫ് ഉപയോഗിച്ചല്ലോ. നാലാമത്തെ ബോക്സിൽ അലിഫ്. അഞ്ചാമത്തത് മീം. മീമിന് ശേഷം സാ. സാനെ നീട്ടാൻ നാം വാവ് ഉപയോഗിച്ചു. അടുത്തത് വാവ്. അവസാനത്തിൽ നൂൻ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.